ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി ജോയ്സ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഹെയർ റിമൂവർ മെഷീനാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ച സമയത്ത് 300 രൂപയായിരുന്നു. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് 260 രൂപയ്ക്ക് ഇത് ലഭിക്കുന്നതാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻസി പീരീഡാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കെന്താണ് പാർലറിൽ പോകാനോ പുരുകം ത്രെഡ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ തപ്പി കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ ലഭിക്കുന്നുണ്ട്. ഇത് ഐബ്രോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രിമ്മർ വർക്ക് ചെയ്യുന്ന അതേ സൗണ്ട് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ എൻ്റെ താടിയിൽ രോമം നിങ്ങൾ കണ്ടില്ല. ആ രോമം ഞാൻ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടാണ്, പെയിനൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ക്ലിയർ ചെയ്യാണ്. നിങ്ങളത് കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോഡക്റ്റ് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പം, പിന്നെ സമയലാഭം, യാത്രാ ലാഭം, പാർലറിൽ കൊടുക്കുന്ന പൈസ ലാഭം, മൊത്തത്തിൽ ലാഭമാണ്. ഇനിയിപ്പോൾ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ആ ബ്രഷ് ഞാൻ ആദ്യമേ മുഖത്ത് വെച്ച് ഉരയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആ ബ്രഷ് മുഖത്ത് ഉരയ്ക്കാനുള്ളതല്ല, ഇതിൻ്റെ അകത്ത് രോമം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതെനിക്ക് അറിവില്ലായിരുന്നു, അതെൻ്റെ തെറ്റ്. ഇനി നോക്കി, ഞാൻ പറഞ്ഞു ഐബ്രോസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടെന്ന്. അത് മറ്റേത് ഊരിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊങ്ങി താന്നി കാണിക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോർഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ? ഐബ്രോ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പിടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഐബ്രോ പോവും. പിന്നീട് ഞാൻ പറഞ്ഞു, ആ ബ്രഷ് കണ്ടോ? ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള രോമവും മറ്റ് കാര്യങ്ങളും നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും ആ ക്യാപ്പ് ഇട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ വാങ്ങുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.